വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഗോപൻ. ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി ഷാർജയിൽ മരിച്ച യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ്. ഷാർജയിൽ കൊല്ലം സ്വദേശിനി മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ കാരണം ഭർത്തൃപീഡനമെന്ന് പരാതി. ഭർത്താവിൽ നിന്നും ഭർത്തൃ വീട്ടുകാരിൽ നിന്നും നേരിട്ട പീഡനത്തെക്കുറിച്ചുള്ള യുവതിയുടെ ഓഡിയോ സന്ദേശവും ആത്മഹത്യാക്കുറിപ്പും പുറത്തുവന്നു. കൊല്ലം കേരളപുരം സ്വദേശിനി വിപഞ്ചികയെയും മകൾ വൈഭവിയെയുമാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദേശത്ത് ജോലിയുണ്ടായിരുന്ന വിപഞ്ചികയെ 2020 നവംബറിലാണ് കോട്ടയം സ്വദേശി നിതീഷ് വിവാഹം കഴിക്കുന്നത്. അതിനു പിന്നാലെ ഭർത്തൃ വീട്ടുകാരുടെ പീഡനം തുടങ്ങിയെന്നാണ് ആരോപണം. തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പട്ടിയെ പോലെ തല്ലിയിട്ടുണ്ടെന്നും ആഹാരം തന്നില്ലെന്നും വിപഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ശാരീരികമായി ഉപദ്രവിച്ചിട്ട് അപകടം പറ്റിയതാണെന്ന് പറയും. 7 മാസം ഗർഭിണിയായിരിക്കെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കല്യാണം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊല്ലാക്കൊല ചെയ്തു. കുഞ്ഞിനു വേണ്ടി എല്ലാം ക്ഷമിച്ചു. ഭർത്താവ് നിതീഷിന്റെ അച്ഛൻ എന്നോട് മോശമായി പെരുമാറി എന്ന് അറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല. ഒരുപാട് കാശുള്ളവരാണ്, എന്നിട്ടും എന്റെ സാലറിക്ക് വേണ്ടി ദ്രോഹിച്ചു കൊണ്ടിരുന്നു. എല്ലാവർക്കും എല്ലാം അറിയാം. ഈ ലോകം പണമുള്ളവരുടെ കൂടെയാണ്. ഉപദ്രവിച്ചതിന് ശേഷം കുഞ്ഞിനെയും എന്നെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. കുറിപ്പിൽ പറയുന്നു, എന്റെ കുഞ്ഞിന്റെ സ്വർണം കൈക്കലാക്കി. എന്റെ സ്വർണം കൈക്കലാക്കാൻ സാധിച്ചില്ല, പണം കൈക്കലാക്കാൻ സാധിച്ചില്ല. അതിനെന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. പണമില്ലാത്ത പെൺകുട്ടികൾ കല്യാണം കഴിക്കാത്തതാണ് എന്നും നല്ലത്. മരിക്കാൻ ഒരാഗ്രഹവുമില്ല. എന്റെ കുഞ്ഞിന്റെ മുഖവും ചിരിയും കണ്ട് കൊതി തീർന്നിട്ടില്ലെന്നും വിപഞ്ചികയുടെ കത്തിലുണ്ട്. വരും ദിവസങ്ങളിൽ തേങ്ങയുടെ വില ഉയരങ്ങൾ കീഴടക്കും. പച്ചത്തേങ്ങ വില കുതിച്ചുയരുമ്പോഴും പ്രയോജനം ലഭിക്കാതെ കേര കർഷകർ. കഴിഞ്ഞ ആഴ്ചകളിൽ 72 രൂപയുണ്ടായിരുന്ന പച്ചത്തേങ്ങ വില ഇന്നലെ കിലോയ്ക്ക് 75 രൂപയിൽ എത്തിയെങ്കിലും പലരുടെയും കയ്യിൽ വിൽക്കാൻ തേങ്ങയില്ലാത്ത സ്ഥിതിയാണ്. സീസണിൽ പോലും കുറ്റ്യാടി തേങ്ങ അടക്കം ആവശ്യത്തിന് ലഭിക്കുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനവും വിലയിടിവും കാരണം കേര കർഷകർ കൂട്ടമായി കൃഷി ഉപേക്ഷിച്ചതാണ് ഉൽപാദനത്തിലുണ്ടായ വൻ ഇടിവിന് കാരണമായത്. ഉൽപാദന ചിലവ് ഗണ്യമായി വർദ്ധിച്ചതോടെ പലരും പരിപാലനത്തിനു വേണ്ട പരിഗണന പോലും നൽകിയിരുന്നില്ല. കിലോയ്ക്ക് 25-30 രൂപ വരെ പച്ചത്തേങ്ങയ്ക്ക് ലഭിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ഇതോടെയാണ് കർഷകർ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നത്. കൂടാതെ മലയോര മേഖലകളിലടക്കം വന്യമൃഗശല്യവും തേങ്ങയിടാൻ ആളെ കിട്ടാത്തതും കർഷകർക്ക് ഇരുട്ടടിയായി. ഫോണിന്റെ അമിത ഉപയോഗത്തെ ചൊല്ലി തർക്കം. പിതാവ് മകളെ വെടിവെച്ചു കൊന്നു. ഹരിയാനയിൽ നിന്നുള്ള 25-കാരിയായ സംസ്ഥാന ടെന്നീസ് താരം രാധിക യാദവിനെ സ്വന്തം പിതാവ് വെടിവെച്ചു കൊന്നതായി ആരോപിക്കപ്പെടുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ കുറിച്ചും ടെന്നീസ് അക്കാദമി നടത്തുന്നതിനെ കുറിച്ചും അവർക്കും പിതാവ് 49-കാരനായ ദീപക് യാദവിനും ഇടയിൽ തർക്കമുണ്ടായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 11:30ഓടെയാണ് സംഭവം നടന്നതെന്ന് ഒന്നിലധികം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാധിക അടുക്കളയിലും അമ്മ ഗ്രൗണ്ട് ഫ്ലോറിലുമായിരുന്നു. രാധിക യാദവ് പോസ്റ്റ് ചെയ്ത ഒരു സോഷ്യൽ മീഡിയ റീലുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഗുരുഗ്രാമിലെ വീട്ടിൽ വെച്ച് അച്ഛൻ അവരെ വെടിവെച്ചു കൊന്നു. അവരുടെ അച്ഛന് ലൈസൻസ് ഉള്ള 32 ബോർ റിവോൾവർ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് അയാൾ സ്വന്തം മകളെ പിന്നിൽ നിന്ന് വെടിവെച്ചു. ഗുരുഗ്രാം പോലീസിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ സന്ദീപ് കുമാർ പ്രാഥമിക കണ്ടെത്തലുകൾ ഉദ്ധരിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റ് വീട്ടിൽ സംഘർഷത്തിന് കാരണമായതായി തോന്നുന്നു എന്ന് പറഞ്ഞു. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ലൈസൻസ് ഉള്ള റിവോൾവർ ആയിരുന്നു. അത് വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ മരിച്ചെന്ന് വിധിയെഴുതിയ കുഞ്ഞ് സംസ്കാര ചടങ്ങിനിടെ കരഞ്ഞു. മഹാരാഷ്ട്രയിലെ ബീഡിലെ അംബാജോഗയിലെ സ്വാമി രാമാനന്ദ തീർത്ഥ സർക്കാർ ആശുപത്രിയിലാണ് സംഭവം. പ്രസവത്തെ തുടർന്ന് കുഞ്ഞ് മരിച്ചതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. തുടർന്ന് കുട്ടിയുടെ മൃതദേഹം അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. സംസ്കാര ചടങ്ങുകൾ നടത്താനിരിക്കെ കുഞ്ഞിന്റെ മുത്തശ്ശി അവസാനമായി ഒരു തവണ കൂടി കുട്ടിയുടെ മുഖം കാണണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് മുഖത്തെ തുണി നീക്കിയപ്പോൾ കുഞ്ഞ് കരയുകയുമായിരുന്നു. ഇതോടെ ആശുപത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായി നാട്ടുകാരും ബന്ധുക്കളും രംഗത്തെത്തി. ഇത് ആശുപത്രിയുടെ അശ്രദ്ധയാണ്, ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഇങ്ങനെ സംഭവിച്ചാൽ ജീവിച്ചിരിക്കുന്ന എത്ര പേരെ മരിച്ചതായി പ്രഖ്യാപിക്കുമെന്ന് ആർക്കറിയാം, കുട്ടിയുടെ മുത്തച്ഛൻ സഹാറാം ഖുഗെ പറഞ്ഞു. കുഞ്ഞു മരിച്ചു എന്ന് നഴ്സ് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അവനെ സംസ്കരിക്കാൻ പോകുമ്പോൾ അവൻ കരയാൻ തുടങ്ങി എന്ന് അമ്മ ബാലിക ഖുഗെ കൂട്ടിച്ചേർത്തു. എന്നാൽ ആരോപണം നിഷേധിച്ച ആശുപത്രി അധികൃതർ കുഞ്ഞ് ചികിത്സയോട് പ്രതികരിച്ചിരുന്നില്ലെന്നും വൈദ്യശാസ്ത്രം സാധാരണയായി പരിഗണിക്കുന്ന ജീവന്റെ ലക്ഷണങ്ങളൊന്നും കാണിച്ചിരുന്നില്ലെന്നും പറയുന്നു. സംഭവത്തിൽ കുഞ്ഞിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി.
സെൻസർ ബോർഡിന് മുന്നിൽ വിവരാവകാശ അപേക്ഷയുമായി അഭിഭാഷകൻ. രാജ്യത്തെ ആൺപെൺ ദൈവങ്ങളുടെ പട്ടിക നൽകാൻ സെൻസർ ബോർഡിനോട് ആവശ്യപ്പെട്ട് വിവരാവകാശ അപേക്ഷ. സുരേഷ് ഗോപി ചിത്രം JSK വിവാദത്തിനിടെയാണ് ദൈവങ്ങളുടെ പട്ടിക നൽകാൻ സെൻസർ ബോർഡിനോട് ആവശ്യപ്പെട്ട് വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ് വിവരാവകാശം സമർപ്പിച്ചിരിക്കുന്നത്. സെൻസർ ബോർഡിന്റെ നിയമത്തിലോ ചട്ടത്തിലോ ദൈവത്തിന്റെ പേരിടാൻ പാടില്ല എന്ന് പറയുന്നില്ല എന്നും അങ്ങനെ പറയുകയാണെങ്കിൽ പേരുകൾ അടങ്ങിയ ലിസ്റ്റ് അവരുടെ പക്കൽ ഉണ്ടാകണമല്ലോ എന്നും ഹരീഷ് വാസുദേവൻ പറഞ്ഞു. JSK സിനിമയുടെ സെൻസറിംഗുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ എതിർ സത്യവാങ്മൂലം രാമായണത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആരംഭിച്ചിരുന്നത്. ഈ സത്യവാങ്മൂലത്തിലെ 6-7 പാരഗ്രാഫുകൾ ചൂണ്ടിക്കാണിച്ചാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ വിവരാവകാശ രേഖ സമർപ്പിച്ചിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ കമ്പി തലയിൽ വീണ് 2 യാത്രക്കാർക്ക് ഗുരുതര പരിക്ക്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്ന് കമ്പി തലയിൽ വീണ് 2 യാത്രക്കാർക്ക് ഗുരുതര പരിക്ക്. നീരാവിൽ മേലെ പുത്തൻ വീട്ടിൽ സുധീഷ്, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയും മൈനാഗപ്പള്ളി കടപ്പയിൽ LVHS അധ്യാപികയുമായ ആശാലത എന്നിവർക്കാണ് പരിക്ക്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. രാവിലെ ചെന്നൈ മെയിലിൽ വന്ന് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് പോകുകയായിരുന്നു യാത്രക്കാർ. അതിനിടയിൽ 4 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നീളമുള്ള കമ്പി താഴേക്ക് വീഴുകയായിരുന്നു. സുധീഷിനെയും ആശാലതയും ഉടനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന 4 നില പാർക്കിംഗ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് കമ്പി തലയിലേക്ക് വീണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 3-ാം നിലയിൽ നിന്ന് 2 കമ്പികളാണ് താഴേക്ക് പതിച്ചത്. 2 പേരുടെയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ജില്ലാ ആശുപത്രി അധികൃതർ അറിയിച്ചു. സ്ത്രീയുടെ തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ടെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. സുരക്ഷാ വീഴ്ചയാണ് അപകട കാരണമെന്നും അവർ വ്യക്തമാക്കി. കെട്ടിട നിർമ്മാണത്തിനിടെ ഉപകരണങ്ങളോ മറ്റോ താഴേക്ക് വീഴാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല. കമ്പി താഴെയുണ്ടായ ഷീറ്റിലേക്ക് വീണ ശേഷമാണ് യാത്രക്കാരുടെ മുകളിലേക്ക് പതിച്ചത്. തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് കമ്പി തെന്നി വീണതാണോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നു. സിനിമാ ലോകം. ധനുഷിന്റെ മലയാള സിനിമ. ധനുഷ് നായകനായി വിഘ്നേഷ് രാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മലയാള താരങ്ങൾ പ്രധാന വേഷത്തിൽ. മമിത ബൈജുവാണ് നായിക. ജയറാമും സുരാജ് വെഞ്ഞാറമ്മൂടും പ്രധാന വേഷത്തിലെത്തുന്നു. ധനുഷ് നായകനാവുന്ന ഒട്ടുമിക്ക ചിത്രങ്ങളിലും നായികമാർ മലയാളത്തിൽ നിന്നായിരിക്കും. ചിത്രത്തിന്റെ പൂജ ഇന്ന് ചെന്നൈയിൽ നടന്നു. ജൂലൈ 14-നാണ് ചിത്രീകരണം ആരംഭിക്കുക. വേൽ ഫിലിം ഇന്റർനാഷണൽ ബാനറിലാണ് നിർമ്മാണം. പോർതൊഴിൽ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനാണ് സംവിധായകൻ വിഘ്നേഷ് രാജ. കേണൽ സതീഷ് ബാബു ആവാൻ സൽമാൻ ഖാൻ. അപൂർവ ലാഖിയ സംവിധാനം ചെയ്യുന്ന സൽമാൻ ഖാൻ ചിത്രത്തിന് ബാറ്റിൽ ഓഫ് ഗാൽവാൻ എന്ന് പേരിട്ടു. 2020-ൽ ലഡാക്കിലെ ഗാൽവാൻ വാലിയിൽ ചൈനീസ് സൈനിക ഏറ്റുമുട്ടലിൽ 16 ബീഹാർ റെജിമെന്റുകളെ നയിച്ച കേണൽ B സതീഷ് ബാബുവിന്റെ വേഷത്തിലാണ് സൽമാൻ എത്തുക. ചിത്രത്തിന്റെ ഫാസ്റ്റ് ലുക്ക് പോസ്റ്റർ സൽമാൻ ഖാൻ പങ്കുവച്ചു. ഗാൽവാൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം ഓഗസ്റ്റിൽ ചിത്രീകരണം ആരംഭിക്കാനാണ് തീരുമാനം. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ബ്രോക്കോളിയുടെ ആരോഗ്യ ഗുണങ്ങൾ. ലോകത്ത് മരണത്തിന് കാരണമാകുന്ന പ്രധാന രോഗങ്ങളിൽ 2-ാമതാണ് ക്യാൻസർ. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 2018-ൽ മാത്രം 9.6 ദശലക്ഷം പേരാണ് ക്യാൻസർ മൂലം മരണപ്പെട്ടത്. ജീവിതശൈലി, പാരമ്പര്യ ഘടകങ്ങൾ, മലിനമാവുന്ന പരിസ്ഥിതി എന്നിവയോടൊപ്പം ഭക്ഷണരീതിയും ക്യാൻസറിന് വഴിയൊരുക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. എന്നാൽ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ഈ സാധ്യത ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. ക്യാൻസറിനെ തടയാൻ മികച്ച ഒരു ആഹാര പദാർത്ഥമാണ് ബ്രോക്കോളി. ക്യാൻസർ വിരുദ്ധ പച്ചക്കറി ക്രൂസിഫറസ് വിഭാഗത്തിൽപ്പെടുന്ന ബ്രോക്കോളിയിൽ ക്യാൻസർ പ്രതിരോധത്തിൽ പ്രാധാന്യമുള്ള സൾഫോറാഫേൻ അടക്കം നിരവധി സംയുക്തങ്ങളുണ്ട്. മലാശയ അർബുദം ഉൾപ്പെടെ പലതരം ക്യാൻസറുകളുടെ വളർച്ച തടയാൻ ബ്രോക്കോളിക്ക് ശേഷിയുണ്ടെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. തേർഡ് ഡിവിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.